പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ആദ്യ പാഠമായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ഭാഗങ്ങളും പഠിച്ചു തീർത്തു. ഇനി അതിലെ ഒരു പരീക്ഷ നമുക്ക് നടത്തിയാലോ? അതിനായി ഒരു ചോദ്യാവലി തയ്യാറാക്കി ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് എഴുതി നോക്കണം കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്രത്തിലെ 2ാം പാഠമായ മെഡീവൽ ഇന്ത്യ, സൊസൈറ്റി, റിസോഴ്സ് ആൻഡ് ട്രേഡ്. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം എന്ന പാഠഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച്. ആരായിരുന്നു മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്? ബാബർ ആയിരുന്നു മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ ബാബർ തന്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ ഇന്ത്യയെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. എന്തെല്ലാമായിരിക്കും അവ? നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. Hindustan is a wonderful land compared to other countries. It is entirely different. The mountains, rivers, forests and deserts here are unique. The animals, plants, people, languages, rain and wind are all diverse. ഈ വരികളിൽ നിന്നും നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? ഇന്ത്യ വൈവിധ്യവും വിഭവ സമൃദ്ധവുമായ ഒരു രാജ്യമായിരുന്നു. ഇന്ത്യയിലെ ഈ വിഭവ സമൃദ്ധിയും വൈവിധ്യവുമാണ് സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ഒരുപാട് വിദേശ സഞ്ചാരികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നാണ് നമുക്ക് അക്കാലത്തെ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയും അന്നത്തെ ജീവിത രീതിയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്ന ഒരു സഞ്ചാരിയാണ് അൽബറൂണി. അൽബറൂണി എവിടെ നിന്നാണ് വന്നത്? ആർക്കെങ്കിലും അറിയാമോ? മധ്യേഷ്യയിലെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും വന്ന ഒരു സഞ്ചാരിയായിരുന്നു അൽബറൂണി. അൽബറൂണി മുഹമ്മദ് ഗസ്നിയുടെ സദസ്സിലെ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥയും സാമൂഹിക അവസ്ഥയും ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ രേഖകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. അതിലെ ഏതാനും വരികൾ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. അതിൽ നിന്ന് നമുക്ക് അക്കാലത്തെ കുറിച്ച് കുറെ വിവരങ്ങൾ അറിയാൻ കഴിയും. എന്തെല്ലാമാണ് അവ നോക്കാം. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിന്റെ 1/6 ഭാഗം നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. For farming, cereals and grazing cattle, land revenue and grazing tax were to be paid to the rulers. Similarly, tax was to be paid on income from trade. 1/6 of the income was to be spent for the protection of the country. ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അക്കാലത്ത് കാലികളെ മേയ്ക്കുന്നതിനും ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കണമായിരുന്നു. എന്തൊക്കെ നികുതികളാണ് അന്ന് കൊടുത്തിരുന്നത്? ഭൂമിക്കരവും മേച്ചിൽക്കരവും. മേച്ചിൽക്കരം എന്ന് പറയുന്നത് കന്നുകാലികളെ മേയ്ക്കുന്നതിനുള്ള നികുതിയാണ് മേച്ചിൽക്കരം. കൃഷി ചെയ്യുന്നതിനുള്ള നികുതിയാണ് ഭൂമിക്കരം.
ഇത് ആർക്ക് നൽകേണ്ടി വന്നിരുന്നു? ഭരണാധികാരികൾക്ക് കൃഷി ചെയ്യുന്നവർ നൽകേണ്ടി വന്നിരുന്നു. പിന്നെ വരുമാനത്തിന്റെ രാജ്യ പുരോഗതിക്ക് വേണ്ടി വരുമാനത്തിന്റെ 1/6 ഭാഗം രാജ്യ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നമ്മൾ സൽത്തനത്ത് ഭരണകാലത്തിലും മുഗൾ ഭരണകാലത്തിലും അവർ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതായത് കാണാം. അതെങ്ങനെയാണ്? അക്കാലത്ത് ഭൂമി, കൃഷിക്ക് അനുയോജ്യമായ ഭൂമി ധാരാളം ഉണ്ടായിരുന്നു. അവ കൃഷി ചെയ്യാതെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഭരണാധികാരികൾ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? അവർ ഒരു നിയമം കൊണ്ടുവന്നു. ആദ്യം കൃഷി ചെയ്യുന്നത് ആരാണോ അവർക്ക് ആ ഭൂമി സ്വന്തമായി എടുക്കാം. അപ്പോ കൃഷി ചെയ്യാനായി താല്പര്യമുള്ള കർഷകർ, അധ്വാനശീലരായ കർഷകർ എന്ത് ചെയ്തു? ഉടനെ തന്നെ കുറെ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥാവകാശം അവർ നേടിയെടുത്തു. പിന്നെ ജലസേചന സൗകര്യവും വിത്ത് വിതരണം, നികുതിയിൽ ഇളവ് നൽകൽ, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഭരണാധികാരികൾ കൃഷിക്ക് വേണ്ടി, കൃഷിയുടെ പുരോഗതി, രാജ്യത്തിന്റെ കാർഷിക പുരോഗതിക്ക് വേണ്ടി നൽകി. ഇങ്ങനെ മധ്യകാല ഇന്ത്യയിലെ സൽത്തനത്ത് കാലഘട്ടത്തിലും മുഗൾ കാലഘട്ടത്തിലും കൃഷി നന്നായി പുരോഗതി പ്രാപിച്ചു. ഒരു സമ്പ്രദായമാണ് നിലനിന്നിരുന്നു. ഇക്ത എന്നും ജാഗീർദാരി എന്നും ആണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് ഇക്ത എന്നറിയാമോ? കൃഷിഭൂമി ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പകരം, വേതനം കൊടുക്കുന്നതിന് പകരം ഭൂമി കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. കൃഷിഭൂമി കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ഭൂമിയിൽ അവർ കൃഷി ചെയ്യുമല്ലോ, അങ്ങനെ കാർഷിക പുരോഗതി ഉണ്ടാകും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്നത് സൽത്തനത്ത് കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നതാണ് ഇക്ത. മുഗൾ ഭരണ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നതാണ് ജാഗീർദാരി. എന്താണ് അപ്പോൾ ഇക്തയും ജാഗീർദാരിയും? ഉദ്യോഗസ്ഥന്മാർക്ക് വേതനത്തിന് പകരമായി ഭൂമി നൽകുന്ന സമ്പ്രദായമാണ് സൽത്തനത്ത് കാലത്തിൽ അറിയപ്പെടുന്നത് ഇക്ത എന്നും മുഗൾ ഭരണ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് ജാഗീർദാരി എന്നുമാണ്. അങ്ങനെ കൃഷിയെ പരിപോഷിപ്പിക്കാനായി, രാജ്യത്തിന്റെ കാർഷിക പുരോഗതിക്കായി മുഗൾ രാജവംശവും സൽത്തനത്ത് രാജവംശങ്ങളും ശ്രമിച്ചിരുന്നു. കൃഷിയോടൊപ്പം തന്നെ മറ്റ് കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവും അന്ന് നിലനിന്നിരുന്നു. എന്തൊക്കെയായിരിക്കും അന്ന് അവർ നിർമ്മിച്ചിട്ടുണ്ടാവുക? അതിനു വേണ്ടി എന്തൊക്കെ കൈത്തൊഴിലുകളായിരിക്കും അന്ന് ഉണ്ടായിട്ടുണ്ടാവുക? അന്ന് ലോഹപ്പണി, വസ്ത്രനിർമ്മാണം, മരപ്പണി, അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റു ജോലികളും നിലനിന്നിരുന്നു. ഗ്രാമങ്ങളിൽ പരുത്തി, പയർ, കടല, നീലം അങ്ങനെയുള്ള വസ്തുക്കളാണ് കൃഷി ചെയ്തിരുന്നത്. നീലം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നീലമാണ് ഇൻഡിഗോ. ഇൻഡിഗോ എന്ന് പറയും ഇംഗ്ലീഷ്. നീലം എന്ന് വെച്ചാൽ നമ്മുടെ വസ്ത്രങ്ങൾ നിറമുക്കുന്നതിന് വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്നത് നീലം എന്ന ചെടി കൃഷി ചെയ്തിട്ടാണ്. അതിൽ നിന്ന് എടുക്കുന്ന നിറം ഉപയോഗിച്ചാണ് വസ്ത്രങ്ങൾക്ക് ചായം മുക്കിയിരുന്നത്. പട്ടണങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ നെയ്ത്തും കൈത്തൊഴിലുകളും ആയിരുന്നു. ഗ്രാമങ്ങളിലെ ജനങ്ങൾ നിർമ്മിച്ച പരുത്തിയും നീലവും പട്ടുനൂലും ഉപയോഗിച്ച് അവർ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. പുതുമയാർന്നതും പല നിറത്തിലുള്ളതുമായ പട്ടുവസ്ത്രങ്ങളും കമ്പിളി വസ്ത്രങ്ങളും പരുത്തി വസ്ത്രങ്ങളും ഇന്ത്യൻ വസ്ത്രവിപണിയെ ലോക പ്രശസ്തമാക്കി. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ബാബർനാമയിൽ നിന്നും ഉള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വൈവിധ്യവും വിഭവ സമൃദ്ധവുമാണെന്ന് നാം മനസ്സിലാക്കി. പിന്നെയോ അക്കാലത്തെ കൃഷി രീതികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. പരുത്തി, നീലം,
പയർവർഗ്ഗങ്ങൾ, അങ്ങനെ എല്ലാം കൃഷി ചെയ്യുന്നതിന് ഭരണാധികാരികൾ സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. പിന്നെയോ വേതനത്തിനു പകരം ഭൂമി കൊടുക്കുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നു, മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിനെന്താ പറഞ്ഞിരുന്നത്? സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗീർദാരി എന്നും അറിയപ്പെട്ടു. പിന്നെയോ മേച്ചിൽ കരവും ഭൂമിക്കരവും കൊടുക്കണമായിരുന്നു അന്ന്. അത് ആരുടെ രേഖകളിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത്? അൽബറൂനിയുടെ രേഖകളിൽ നിന്ന്. അൽബറൂനി എവിടെ നിന്ന് വന്ന ആളാണ്? മധ്യേഷ്യയിലെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന സഞ്ചാരിയായിരുന്നു അൽബറൂനി. അൽബറൂനിയുടെ സഞ്ചാരകൃതിയുടെ പേരറിയാമോ? താരിഖ് അൽ ഹിന്ദ്. എന്താണ്? താരിഖ് അൽ ഹിന്ദ്. ഇനി നമുക്ക് ഇത്രയും ഭാഗത്തെ ചോദ്യോത്തരങ്ങൾ നോക്കാം. What is the name of the memoir of the Mughal emperor? ബാബർ നാമ. ബാബറിന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്ത്? ബാബർ നാമ. What information can we gather about India from Babar Nama? Babar Nama speaks about the diversity and prosperity of medieval India. The mountains, rivers, forests, and deserts in India are unique. Animals, plants, people, language, rain, and wind are all diverse. ബാബർ നാമയിൽ നിന്നും ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവസമൃദ്ധിയുമാണ് ബാബർ നാമ വിശദീകരിക്കുന്നത്. ഇന്ത്യയിലെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നതാണ്. Who was the traveler reached India from Central Asia? അൽബറൂനി. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സഞ്ചാരി ആരായിരുന്നു? അൽബറൂനി. What information can we get from the travelogue of Al-Biruni? Al-Biruni says about the occupation and taxes in the medieval India. Agricultural was the chief occupation of the people. Cotton, cereals, pulses, indigo, and sugar cane were the major crops. There existed land revenue and grazing tax. Tax was to be paid on income from the trade. 1/6 of the income was to be spent for the protection of the country. അൽബറൂണിയുടെ യാത്രാ വിവരണത്തിൽ നിന്നും നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കും? മധ്യകാല ഇന്ത്യയിലെ തൊഴിലുകളെയും നികുതികളെയും കുറിച്ചാണ് അൽബറൂനി പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. ഭൂമിക്കരവും മേച്ചിൽക്കരവും അന്ന് നിലനിന്നിരുന്നു. കച്ചവട വരുമാനത്തിൽ നിന്നാണ് നികുതി അടച്ചിരുന്നത്. വരുമാനത്തിൽ 1/6 നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നു. നെയിം ദ ട്രാവലോഗ് ഓഫ് അൽ-ബിറൂനി. താരിഖ് അൽ ഹിന്ദ്. അൽബറൂനിയുടെ സഞ്ചാര സാഹിത്യത്തിന്റെ പേരാണ് താരിഖ് അൽ ഹിന്ദ്. The Mughal and Sultanate rulers promoted agriculture. Do you agree with this statement? Why? Yes, I agree with this statement. In these periods, there was plenty of cultivable land in India that was kept uncultivated. Those who first cultivated
in such land were granted the ownership right. As a result, the agriculture progressed. The rulers had taken certain other steps for the progress of agriculture. They are arranged irrigation facilities, supplied seeds, granted tax relaxation. These steps persuaded the farmers to work hard in their lands. സൽത്തനത്തെ മുഗൾ ഭരണ കാലഘട്ടങ്ങളിൽ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അതെ, ഞാൻ യോജിക്കുന്നു. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമിയിൽ ആദ്യം കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമാവകാശം ലഭിച്ചിരുന്നു. ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം നേടാൻ കർഷകർ ശ്രമിച്ചു. ഇതിന്റെ ഫലമായി കൃഷി പുരോഗതി പ്രാപിച്ചു. കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ ചില നടപടികൾ സ്വീകരിച്ചു. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവ് നൽകി. ഇതെല്ലാം കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള പ്രചോദനമായി. Explain the term Ikta and Jagirdari. In the medieval period, the officers were given the lands as ranges. This system was known as Ikta during the Sultanate period and Jagirdari during the Mughal period. ഇക്ത ജാഗിർദാരി സമ്പ്രദായങ്ങൾ വിശദമാക്കുക. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്നു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെടുന്നു. During the medieval period, many occupations for making agricultural tools existed in villages. What were they? Weapon making, tool making, textile making, metal work. മധ്യകാലഘട്ടത്തിൽ ഗ്രാമങ്ങളിൽ കൃഷിയോടൊപ്പം കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല കൈത്തൊഴിലുകളും നിലനിന്നിരുന്നു. അവ ഏതെല്ലാം? ആയുധ നിർമ്മാണം, ഉപകരണ നിർമ്മാണം, വസ്ത്രനിർമ്മാണം, ലോഹപ്പണി. How did the Indian textile earn world fame? Weaving and handicrafts were the main occupation of the town people. The weavers made use of the cotton, silk and indigo produced by the farmers and produced garments of different colors and quality. The garments made of the silk, cotton and wool were important among them. Spinning wheel and looms were used for weaving. Indigo and color mixtures were used for dyeing the textile. Thus, Indian textile won world acclaim. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടിയതെങ്ങനെ? നെയ്ത്തും മറ്റു കൈത്തൊഴിലുകളും ആയിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പരുത്തി, പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. നൂൽ നൂൽക്കാനുള്ള ചർക്കയും അതിനുള്ള തറികളും തുണി നെയ്ത്തിനായി ഉപയോഗിച്ചു. തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി.